ഹായ് നമസ്കാരം. അങ്ങനെ നമ്മൾ കരുതിയതുപോലെ തന്നെ കൊടുമൺ പോറ്റി ഭ്രമയുഗ ആട്ടം തന്നെയാണ് ലോസ് ആഞ്ചലസിലെ ഓസ്കാർ മ്യൂസിയത്തിൽ നടന്നിട്ടുള്ള ആ ഷോയിൽ നടത്തിയത്. കാണികളായിട്ട് പല ദേശങ്ങളിൽ നിന്നുള്ള വിദേശികളായിട്ടുള്ള ആളുകളടക്കം ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മുന്നിൽ അവതരിപ്പിച്ച ഒരു വീഡിയോ നമ്മൾ കണ്ടിരുന്നു. ഞാനൊക്കെ കണ്ടിരുന്നു, നിങ്ങളും കണ്ടു കാണും. ഒരു ലേഡി വന്ന് പറയുന്നത് കേൾക്കണം. നമുക്ക് വലിയ അഭിമാനം തോന്നുന്ന നിമിഷങ്ങളാണ്. മോളിവുഡിൻ്റെ ലെജൻഡ് മമ്മൂട്ടി അഭിനയിച്ച എന്ന് പറഞ്ഞിട്ടാണ് അവർ തുടങ്ങുന്നത്. മമ്മൂക്കയെ ഒരുപാട് ശ്ലാഘിച്ചതിന് ശേഷമാണ് ഈ സിനിമയുടെ ആ ഒരു പ്രിവ്യൂ ഷോ നടക്കുന്നത്. പ്രിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം, പ്രദർശനം നടക്കുന്നത്. വൈൽഡ് മീറ്റ് ഫോറസ്റ്റ് മീറ്റ് സീ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കാറ്റഗറിയിൽ ഇന്ത്യൻ സിനിമകളിൽ നിന്ന് തന്നെ ആകെ ഒരു സിനിമ മാത്രമാണ് ഈ ഒരു ഹൊറർ കാറ്റഗറിയിൽ, വൈൽഡ് കാറ്റഗറിയിൽ വന്നിട്ടുള്ളൂ. അത് നമ്മുടെ മമ്മൂക്കയുടെ ബ്രഹ്മയുഗമാണ് എന്നുള്ളത് വലിയ സന്തോഷം തോന്നുന്ന കാര്യമാണ്. നമ്മൾ മുന്നേ തന്നെ പറഞ്ഞതാണ്. അങ്ങനെ ബ്രഹ്മയുഗ ആട്ടം നമ്മുടെ കൊടുമൺ പോറ്റിയും ചാത്തനുമായി വ്യത്യസ്ത ഭാവങ്ങളിൽ പകർന്നാടി ഈ കാലഘട്ടത്തിൻ്റെ ഒരു പൊളിറ്റിക്സ് സംസാരിച്ച സിനിമ. ആ ഒരു സിനിമയെ ഒരുപാട് പേർ എടുത്തുയർത്തുന്നത് കാണുമ്പോൾ, അത് മലയാളത്തിൽ നിന്നാണ് കേൾക്കുമ്പോൾ, അവിടെ കൂടിയ മലയാളികളായിട്ടുള്ള പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവേഴ്സ് വരെ അത് പറയുണ്ടായി. കവിതരാജിനെ പോലുള്ള ആളുകളൊക്കെ അവിടെ സന്നിഹിതരായിരുന്നു. അവരത് കണ്ടതിന് ശേഷം അവരുടെ ചാനലിലും അങ്ങനെ ഒരു റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല, അവരുടെ അനുഭവം അവരവിടെ പങ്കുവയ്ക്കുകയുണ്ടായി. ഏതായാലും വളരെ സന്തോഷം തോന്നുന്നൊരു കാര്യമാണ്. മമ്മൂക്കയെ ഇഷ്ടപ്പെടുന്ന മലയാളി സിനിമാ സ്നേഹികളായിട്ടുള്ള ഒരുപാട് പേര് ഇന്നലെ ആ ഒരു വലിയ വാർത്ത സന്തോഷത്തോടെയാണ് കൊണ്ടാടിയുടെ 7:30 ഇന്നലെ വൈകിട്ട്, ഇന്ത്യൻ സമയം 7:30 അവിടുത്തെ പ്രദർശനം. അത് വലിയ രീതിയിൽ തന്നെ അത് വലിയ ഹിറ്റായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അത് മലയാള സിനിമയെ സംബന്ധിച്ചൊരു വലിയൊരു നേട്ടം തന്നെയാണ്. നമ്മളത് നിസ്സാരമായിട്ട് കാണേണ്ട ഒരു കാര്യമല്ല. ഇങ്ങനൊരു സിനിമ ഇന്ത്യയിൽ നിന്ന് തന്നെ ആദ്യമായിട്ടൊരു സിനിമ അവിടെ പ്രദർശിപ്പിക്കപ്പെടുന്നു. അതും ആദ്യമായിട്ട് ഇങ്ങനൊരു സിനിമ, അതും ബ്രഹ്മയുഗം എന്നുള്ള രീതിയിലുള്ളൊരു പരീക്ഷണ ചിത്രം. അത് തിയേറ്ററിലും സക്സസ്ഫുൾ ആയിരുന്നു. നമുക്കറിയാം 50 കോടിക്ക് മുകളിൽ ഒരു കളക്ഷൻ, ഏകദേശം 80 കോടിക്കടുത്തുള്ളൊരു കളക്ഷൻ സിനിമ നേടി എന്നുള്ളതാണ് അന്ന് നമുക്കറിയാൻ കഴിഞ്ഞ റിപ്പോർട്ടുകൾ. ഏതായാലും സിനിമയുടെ കളക്ഷനുകളേക്കാൾ ഉപരി അതൊരു എക്സ്പെരിമെൻ്റൽ സിനിമയായിട്ടും അതിനെ എടുത്ത് ആ കഥാപാത്രം ചെയ്യാൻ കാണിച്ച നല്ല മനസ്സിന് മമ്മൂക്കയ്ക്ക് ആദ്യമേ തന്നെ നന്ദി പറയുന്നു. ഒപ്പം തന്നെ രാഹുൽ സദാശിവൻ എന്ന ക്രാഫ്റ്റ് മാന്, അദ്ദേഹത്തിനാണ് എല്ലാത്തിൻ്റെയും കയ്യടി കൊടുക്കേണ്ടത്. കാരണം അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഈ സിനിമ വരില്ല, അത് മമ്മൂക്കയുടെ അടുത്ത് എത്തില്ല. അദ്ദേഹത്തിൻ്റെ ആ വലിയ കഠിനാധ്വാനത്തിന് നൽകിയ വലിയ അഭിനന്ദനം തന്നെയാണ് ഓസ്കാർ വേദിയിൽ ഈ ഒരു സിനിമ പ്രദർശിപ്പിച്ചത്. മാത്രമല്ല ഇതിനു മുന്നേ തന്നെ ഈ സിനിമ പല രീതിയിലും അവിടെ വിദേശ രാജ്യങ്ങളിൽ പ്രകീർത്തിക്കപ്പെട്ടതാണ്. ഏതായാലും വലിയ സന്തോഷം തോന്നുകയാണ് മമ്മൂക്ക ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ.